വി ഗാർഡിൻ്റെ 3 ലിറ്റർ ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റർ വാങ്ങാനായിട്ടാണ് ഞാൻ കഴക്കൂട്ടത്തുള്ള ഒരു കടയിൽ പോയത്. എൻ്റെ വീട്ടിലെ 3 ടോയ്ലറ്റിലും ഇരിക്കുന്നത് സ്പ്രിംഗ് ഹോട്ട് എന്ന ഒരു മോഡലാണ് 3 ലിറ്ററിൻ്റെ. ഞാനത് കാരണം കഴക്കൂട്ടത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ അവരുടെ കയ്യിൽ ലേറ്റസ്റ്റായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റർ ഇരിപ്പുണ്ട്. 3300 രൂപയാണ് വിലയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്പ്രിംഗ് ഹോട്ടാണ് 3 കുളിമുറി ടോയ്ലറ്റിലും ഇരിക്കുന്നത്, കുളിമുറിയിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് മാറ്റി വേറെ ഒന്നാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ അടുത്ത ടോയ്ലറ്റിൽ. അതുകൊണ്ട് എനിക്ക് സ്പ്രിംഗ് ഹോട്ട് ഉണ്ടോ ഒന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, സ്റ്റോറിലേക്ക് വരാൻ പറഞ്ഞു. ഞാനൊരു 3ാമത്തെ നിലയിൽ പോയപ്പോൾ അവിടെ സ്പ്രിംഗ് ഹോട്ടിൻ്റെ കുറേ ഇരിപ്പുണ്ട്. ഒരു 10എണ്ണമെങ്കിലും വരും വി ഗാർഡിൻ്റെ. അത് ഭയങ്കരമാണ് എന്ന് പറഞ്ഞ് വാങ്ങുന്നതല്ല. ഒരു ടോയ്ലറ്റിൽ ഒരു 7 വർഷമായിട്ട് ഈ സ്പ്രിംഗ് ഹോട്ട് ഇരിക്കുന്നുണ്ട്. മറ്റൊരു ടോയ്ലറ്റിൽ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ചെറിയ കംപ്ലൈൻറ്റ് വന്നു. അത് ഞാൻ അഴിച്ചെടുത്ത് ശരിയാക്കി. പിന്നെ എൻ്റെ ടോയ്ലറ്റിലിരിക്കുന്ന സ്പ്രിംഗ് ഹോട്ട് ലീക്കാവാൻ തുടങ്ങി ഒരു 2-2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, സർവീസ് മാനിനെ വിളിച്ചപ്പോൾ അയാൾ പറയണം അതിൻ്റെ എലിമെൻറ്റ് പോയിരിക്കും, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ 800 രൂപയാവും, വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം നോക്കി, 2ാമത്തെ ദിവസം നോക്കി, 3ാമത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് കാണാത്തത് കാരണം ഞാനതിനെ മുകളിൽ നിന്ന് താഴെ ഇറക്കി. ആ ടോയ്ലറ്റിൽ എനിക്ക് വേണമല്ലോ കുളിക്കാൻ. അപ്പോൾ അതിനെ താഴെ ഇറക്കി എടുത്തതിന് ശേഷം ഞാനതെന്താണെന്ന് പറഞ്ഞു നോക്കി, എന്താണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അഴിച്ചെടുത്തപ്പോൾ അകത്തൊക്കെ തുരുമ്പിച്ചിരിക്കുകയാണ്. അത് 3 കൊല്ലമേ ആയുള്ളൂ, തുരുമ്പിച്ചിരിക്കുന്നു വി ഗാർഡിൻ്റെ സ്പ്രിംഗ് ഹോട്ട്. ശരി, അഴിക്കേണ്ട ടെക്നിക്ക് യൂട്യൂബിൽ നോക്കി ഞാൻ അഴിച്ചെടുത്ത്. ഇലക്ട്രിസിറ്റി സൈഡ് എനിക്ക് കുറേ അറിയാം, ഇലക്ട്രോണിക്സും അറിയാം. അഴിച്ചെടുത്തപ്പോഴത്തേക്കുണ്ട് ആ എലിമെൻറ്റിൻ്റെ താഴെ വരുന്ന ബുഷ് കേടായിട്ട് അതിൽ കൂടി ലീക്കാവും. അപ്പോൾ ഇനി എന്താ വഴി? ഇനിയിപ്പോൾ 800 രൂപ ഇതിനെ മുടക്കാമെന്നുണ്ടെങ്കിൽ 3500 രൂപയ്ക്ക് പുതിയതൊന്ന് വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ പോരെ. ഞാൻ എന്തായാലും അഴിച്ചു നോക്കിയതിന് ശേഷം MCയിലും പിന്നെ ക്വിക്ക് ഫിക്സ് എന്ന് പറഞ്ഞൊരു പശയുണ്ടല്ലോ, ഗ്ലൂ, അതും കൊണ്ട് അതിനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം തിരിച്ചിട്ട് ഫിറ്റ് ചെയ്തു. എർത്തൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി, എർത്ത് വല്ലതും ഉണ്ടോ, ഷോക്ക് അടിക്കുമോ എന്നൊക്കെ നോക്കി ഇട്ടിരിക്കുന്നു. 3 മാസമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ വി ഗാർഡിൻ്റെ സർവീസ് സെൻറ്ററിൽ വിളിച്ചപ്പോൾ അവർ വരാമെന്ന് പറയുന്നു. അതുവരേക്ക് ഞാനൊരു 3 ദിവസം കാത്തു, എന്നിട്ടും ആൾ കണ്ടില്ല. ഇത് തന്നെയാണ് CP+ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലിരിക്കുന്ന CCTVയുടെ കാര്യം. അതൊരു 3 കൊല്ലം ജോലി ചെയ്തു, നന്നായിട്ട് ജോലി ചെയ്തു. പിന്നെ അത് വീട്ടിനകത്ത് വയ്ക്കേണ്ടതാണെങ്കിലും ഞാൻ പുറത്താണ് അത് വെച്ചിരിക്കുന്നത്. സണ്ണിൻ്റെ പ്രകാശം ഉണ്ടാവാത്ത ഒരു സ്ഥലത്താണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് വെയിലും ചാറ്റമഴയും ഒക്കെ കൊണ്ടിരിക്കാം. അതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക്, അതിനെ IR എന്തോ ആണെന്നാണ് പറയുന്നതെന്നാണ് ഞാൻ കേട്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഗൗരി ശവറ്റത്തുള്ള CCTVയിലേക്ക് വിളിച്ചു പറഞ്ഞു. വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയച്ചു. പക്ഷേ ആരും വന്നില്ല. ഒരാഴ്ചയോളം നോക്കിയതിന് ശേഷം ഞാനത് മാറ്റിവെച്ചു. അതിപ്പോഴും എൻ്റെ കയ്യിൽ റിപ്പയർ ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ആവശ്യം അതിൽ വേറെ ഒരു കുഴപ്പവും ആ CP+ CCTV ക്യാമറയിലില്ല. പക്ഷേ അതിനുള്ള ഏക കുഴപ്പം ഈ വെയിലിൻ്റെ രശ്മികൾ ഏറ്റിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് തവിട് മാതിരിയുള്ള റിങ് മാതിരി ഇരിക്കും. നമ്മളൊരു ഈ ചെറിയ വിരലിൻ്റെ അത്രയ്ക്ക് പോലും വലിപ്പം വരാത്ത ഒരു സാധനമാണ്. ഞാനത് ഗൂഗിൾ
എയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഒരു ഇൻഫ്രാറെഡ് ഗ്ലാസ്സാണ്. അതുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഈ ഈ ദൃശ്യങ്ങൾ ക്യാമറയ്ക്കകത്തേക്ക് വിടും. അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കി സംസാരം പോകുന്നുണ്ട്, അത് ഈ ആൾക്കാരുടെ നിഴൽ രൂപങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ആളിനെ മാത്രം കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതും അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവരുടെയൊക്കെ എന്താ പറയുന്നത് ആഫ്റ്റർ സർവീസ്. എന്തായാലും ഞാൻ സ്പ്രിംഗ് ഹോട്ട് കഴക്കൂട്ടത്ത് നിന്ന് വാങ്ങിയതിന് 3700 രൂപയായി. 3450 രൂപ ചോദിച്ചു, 50 രൂപ കുറച്ച് തന്നു. പിന്നെ അതിൽ ഏറ്റവും കത്തിയായിട്ട് എനിക്ക് തോന്നിയത് V-Guardൻ്റെ ഓസ്. ഇതാണ് ഓസ്, കണ്ടില്ലേ? V-Guardൻ്റെ ഓസ് ആയതുകൊണ്ട് അതിന് 250 രൂപയ്ക്ക് പുറത്ത് വിലയായി. ഫ്ലെക്സി കണക്ഷൻ പൈപ്പ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഞാൻ മുമ്പേ ഉള്ള 3 എണ്ണത്തിനും ഇതേപോലെ V-Guardന് സ്പ്രിംഗ് ഹോട്ടിന് ഈ ഓസ് കണക്ഷൻ ഓസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ ലോക്കൽ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചപ്പോൾ 100 രൂപ വെച്ചേ എടുത്തുള്ളൂ, ഓരോന്നിനും 100 രൂപ. പക്ഷേ ഇത് ഓരോന്നിനും കുറഞ്ഞത് ബില്ല് ഞാൻ ഒന്ന് നോക്കട്ടെ, കുറഞ്ഞത് 175 രൂപ വെച്ച് ഈടാക്കിയിരിക്കുന്നു. പക്ഷേ അത് V-Guard ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. ഇതിനകത്ത് V-Guardന്നൊന്നും എഴുതിയിട്ടില്ല. കവറിൻ്റെ പുറത്ത് V-Guard എന്താ പറയണത്, V-Guard ഫ്ലെക്സി കണക്ഷൻ പൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. V-Guard കണക്ഷൻ പൈപ്പ്. ഓക്കെ, ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാമേ, ഒന്ന് നോക്കിക്കോളൂ. ഒരു വലിയ തെർമോക്കോളിൻ്റെ ബാക്ക്, അത് കഴിഞ്ഞ് 2 സൈഡിൽ അത് വച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ട് ഞാൻ എടുക്കും. ഇതാണ് സാധനം. നല്ലതാണ്, സാധനം കൊള്ളാം. അത് V-Guard ആയാലും ഏതായാലും നമുക്കൊരു 10-12 വർഷം വർക്ക് ചെയ്താൽ പിന്നെ ഇത് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഞാനിത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് ഇൻസ്റ്റലേഷന് ആളിനെ നോക്കിയപ്പോഴത്തേക്ക് അയാൾക്ക് 1000 രൂപ വേണമെന്ന് ഇൻസ്റ്റലേഷന്. ലോക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ. അതെങ്ങനെയാണ് ഫാൻ നന്നാക്കണമെങ്കിൽ ഫാന് ഒന്ന് ചെറിയ പണിയോ നമ്മളെ കപ്പാസിറ്റർ മാറ്റണമെന്ന് പറഞ്ഞാൽ ഇവിടെ 300 രൂപ. ഇത് ചെയ്യുന്നതിൽ വളരെ ലാഭം എന്ന് വേണം പറയാൻ. സാധാരണ 500 രൂപ വാങ്ങും പോലും. അപ്പോൾ ഇതിന് ഇങ്ങനെ ലീക്ക് അകത്തുനിന്ന് എൻ്റെ ടോയ്ലറ്റിലിരുന്ന് ലീക്കാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ അഴിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് അഴിക്കാം. ഇനി ഏതെങ്കിലും ഇതേപോലെ ഒന്ന് കേടാകുമ്പോൾ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടു തരാം. ഈസിയാണ്. ഇനിയിപ്പോൾ ഇവിടെ 2 ഹോൾ ഇട്ടിരിക്കുന്നു. ഇതിനവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ എനിക്കറിയാം. പിന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റിയത്, ഇതിനകത്ത് പ്ലഗില്ല. ഒരു 85-100 രൂപയാവും. 16 വോൾട്ട് ആംബിയറിൻ്റെ ഒരു വലിയ കട്ടി കൂടിയ പ്ലഗാണ് വേണ്ടത്. അപ്പോൾ ആ പ്ലഗ് അതിനകത്ത് വച്ചിരുന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. ഇല്ലെങ്കിൽ ഇനി ഞാൻ വീണ്ടും ആ കടയിൽ പോയോ ഏതെങ്കിലും നല്ല ഇലക്ട്രിക് കടയിൽ പോയാലേ നല്ലത് കിട്ടും, ആങ്കർ മാതിരിയുള്ള കമ്പനികളുടേത്. ഇല്ലെങ്കിലെല്ലാം ഡൽഹി മാനുഫാക്ചർ ചെയ്ത സാധനങ്ങളായിരിക്കും. ഇന്ന് ഞാൻ ഫിറ്റ് ചെയ്യുന്നു. ഇനി ഇത് എന്നാണ് ഫിറ്റ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ അത് ചെയ്തു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് കേടാവുന്ന ഒരു ഹീറ്റർ എന്തെങ്കിലും വന്നാലല്ല എൻ്റേതേ ഉള്ളൂ, അല്ലാതെ ഇവിടെ എനിക്ക് റിപ്പയർ ജോലികളൊന്നുമില്ല.
അതിൻ്റെ വീഡിയോ നന്നായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.